Good afternoon. Good afternoon. Good afternoon. Prayer പറഞ്ഞോ കേട്ടോ. Dear God, we thank you for your love and your promise to be with us at school or work, at a rest or play. Help us to feel near to you and hear your voice. Guide us to always do our best in every situation and to love one another. Thank you, Miss. Thank you. Okay, sign in. Signing. A very good afternoon to everyone. We are very happy to see you all together here. I would like to extend a warm welcome to each and everyone. I encourage everyone to actively participate in today's class. This is a platform for open dialogue, so please feel free to share your thoughts and suggestions. Once again, thank you all for being here. Let's have a successful class. So please welcome Aparna ma'am. Thank you. Okay. Thought of the sorry. Education is the most powerful weapon which you can use to change the world. This is by Nelson Mandela. ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. അത് വേണ്ട വിധത്തിൽ നാം ഓരോരുത്തരും ഉപയോഗിക്കുക. താങ്ക് യു മാം. താങ്ക് യു. നമുക്ക് നമ്മൾ ഇത് ചാപ്റ്റർ ആയിട്ട് എടുത്തോണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? കംപ്ലീറ്റ് ചെയ്തു നമ്മള്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ്. കംപ്ലീറ്റ് ആയി മാം. കംപ്ലീറ്റ് ആയി. കേട്ടോ, ഷെയർ ചെയ്യാം 1 മിനിറ്റ്. ഇത് മോക്ക് ടെസ്റ്റ് കിട്ടിയോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിന്റെ കിട്ടി മിസ്. കിട്ടിയല്ലേ? നമ്മള് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ആയോ? ഇല്ല. ഇല്ല, നമ്മള് അടുത്ത ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ. ദെൻ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? നമ്പേഴ്സ് സാൻഡ് പേപ്പറിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൻഡ് പേപ്പർ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മള് പുതിയതായിട്ട് ഒരു ചാപ്റ്ററിലേക്ക് മൂവ് ആവാണ്. ചാപ്റ്ററിന്റെ പേരാണ് എന്താ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി ആൻഡ് ബ്രെയിൻ. നമ്മൾ നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ ബ്രെയിനിന്റെ ഗ്രോത്തിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ദ ഗ്രോത്ത് ഓഫ് മസിൽസ്, നമ്മുടെ മസിൽസിന്റെ ഗ്രോത്ത് അതിൽ വരും. ആൻഡ് നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, ആ സെൻസറുടെ ഗ്രോത്ത്. ദെൻ നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്, നമുക്കറിയാലോ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. എന്തിനാ? ഫിസിക്കൽ ഗ്രോത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സാധാരണ എല്ലാവരും ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റും ഒന്നാണെന്ന് പറയാറുണ്ട്. എന്നാലും അതിൽ അത്യാവശ്യം വ്യത്യാസം, കുറച്ച് ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. രണ്ടും രണ്ടായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് സപ്പോർട്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഡെവലപ്മെന്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഡെവലപ്മെന്റ് ആണ് ഏത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Physical development is important because it supports language development, social development, and other areas of learning. ഒരു കുട്ടിയുടെ മറ്റ് ലേണിംഗ് ഏരിയാസും കൂടി എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഡെഫിനേഷൻ നോക്കാം കേട്ടോ. നോക്കാം. Physical development is refers to the process which bring progressive changes in external as well as internal body organs of an individual.
നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ബോഡി ഓർഗൻസിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഇൻ ഓർഡർ ടു എൻഹാൻസ് ദർ കപ്പാസിറ്റി ടു ഫങ്ഷൻ, ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്താക്കുവാണ്, ഓക്കെ ആ ഒരു ചേഞ്ചസ്, ആ പ്രോഗ്രസിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Normally, the physical changes occurs in the following dimensions. അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഡയമെൻഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ് പറയുന്നത്, നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഒരു 0 to 2 years ഉള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നടക്കാനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ഡെവലപ്മെന്റും ഓക്കെ ആയിരിക്കില്ല. എന്താ പറയാ, ഹാൻഡ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ലെഗ്സ് നടന്നു തുടങ്ങുന്നുണ്ടെങ്കിലും ഒത്തിരി ടൈം എടുക്കും. അപ്പൊ ഇൻഫൻസിയിൽ നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഭയങ്കര ഷിഫ്റ്റ് ആണ്. നമുക്ക് 0 to 2 years എന്നാണ് ഇൻഫൻസി എന്ന് പറയുന്നത്. കുട്ടി എന്താണ്, തല ഉറയ്ക്കുന്നത് ഇൻഫൻസിയിലാണ്, തല പൊക്കുന്നത്, കമന്ന് വീഴുന്നത്, മുട്ടിലഴയുന്നത്, ഇരിപ്പുറയ്ക്കുന്നത്, ദെൻ പിന്നെന്താണ് പിടിച്ചു നിൽക്കുന്നത്, പിച്ച വെച്ച് നടക്കുന്നത്, ഓടിത്തുടങ്ങുന്നത്, സ്റ്റെയർ കയറുന്നത്, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്, ഈ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞല്ലോ അല്ലെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തില് പറഞ്ഞതാണ്. ഇതിന്റെ ഒരു സ്റ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞാണോ, ഓർമ്മയില്ലേ? മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇൻഫൻസിയില് പെട്ടെന്നാണ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഡെവലപ്മെന്റ് ഭയങ്കര ഷിഫ്റ്റ് ആയിരിക്കും ഏത് പീരീഡില്, ഇൻഫൻസില്. അപ്പൊ നോക്കണം, കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കുന്നത് എന്താണ്, വെരി ഷിഫ്റ്റഡ് ഡ്യൂറിങ് ഇൻഫൻസി. ഇൻഫൻസിയിലാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടൈം കഴിയുമ്പോൾ സ്റ്റേബിൾ ആവാൻ നോക്കും. സ്റ്റെബിലൈസ് ചെയ്യുന്ന ടൈമാണ് 3 to 6 years എന്ന് പറയുന്നത്. സ്റ്റെബിലൈസ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ് ഏത്, 3 to 6 years. നമ്മൾ 0 to 2 years അക്യൂർ ചെയ്തിരിക്കുന്ന ഡെവലപ്മെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയും, 3 to 6 years. The period of pre-childhood, ആണ് 3 to 6 years. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പീരീഡ് ഓഫ് ഫിക്സേഷൻ. നമ്മൾ ആ ഇൻഫൻസിൽ നമ്മൾ അക്യൂർ ചെയ്ത ഡെവലപ്മെന്റ് ഫിക്സ് ചെയ്യുന്ന ടൈമിനെയാണ് പീരീഡ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഫിക്സേഷൻ. പീരീഡ് ഓഫ് പ്രീ ചൈൽഡ്ഹുഡ് 3 to 6 years ആണ്. ഇറ്റ്സ് ദ പീരീഡ് ഓഫ് ഫിക്സേഷൻ. ഇതിനെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് അറ്റൈൻഡ് ഇൻ ഇൻഫൻസി ഈസ് സ്റ്റെബിലൈസ്ഡ്. നമ്മുടെ ഇൻഫൻസി സ്റ്റേജിൽ അക്യൂർ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്റ്റെബിലൈസ് ചെയ്യുന്ന ടൈമാണ് ഏത്, പ്രീ ചൈൽഡ്ഹുഡ്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് ഫിസിക്കൽ ഡെവലപ്മെന്റ് വെരി ഷിഫ്റ്റ് ആയിരിക്കും ഏത് ടൈമില്, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഇൻഫൻസി ടൈമില്. ഇൻഫൻസി എന്ന് പറയുന്നത് 0 to 2 yearsനെയാണ്. അത് കഴിഞ്ഞ 3 to 6 years പ്രീ ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. ആ ടൈമിലാണ് നമ്മൾ ഇൻഫൻസിയിൽ അക്യൂർ ചെയ്ത ആ ഗ്രോത്ത് ഒക്കെ സ്റ്റേബിൾ ആകുന്ന അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. വീണ്ടും ആ പീരീഡ് ഓഫ് ഗ്രോത്ത്, കുട്ടികൾ അങ്ങനെയാണ്, ഒരു ടൈമിൽ ഗ്രോ ചെയ്യും, പിന്നെ ഒന്ന് സ്റ്റേബിൾ ആവും, വീണ്ടും ഗ്രോ ചെയ്യും, വീണ്ടും സ്റ്റേബിൾ ആവും, അങ്ങനെ പോകുന്നതാണ് അവരുടെ ഗ്രോത്ത്. അപ്പൊ കുട്ടികളുള്ളവർക്ക് അത് മനസ്സിലാവും. മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു 7 to 9 years ആണ്, വീണ്ടും അവർ ഗ്രോ ചെയ്യാൻ തുടങ്ങും. കുറച്ച് ഹൈറ്റിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടാവും. ഷോ അഗെയിൻ എ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. വീണ്ടും ആ ഒരു ഗ്രോത്തിന്റെ ഡെവലപ്മെന്റ് പീരീഡ് ആണ് കാണുന്നത്, 7 to 9 years. But the rate of growth is low is comparison to infancy. ഇൻഫൻസിയുടെ അത്രയും സ്പീഡിലായിരിക്കില്ല ഗ്രോത്ത് സംഭവിക്കുന്നത്, എന്നാലും ഗ്രോത്തും എന്തുണ്ട്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. എവിടെ, മിഡിൽ ചൈൽഡ്ഹുഡ്. ആ പീരീഡ് ഏതാണ് മിഡിൽ ചൈൽഡ്ഹുഡിന്റെ, 7 to 6 ആണ് മിഡിൽ ചൈൽഡ്ഹുഡിന്റെ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അടുത്താണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ഇതിലൊക്കെ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്, എന്നാലും നമ്മൾ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 10 to 13 years ആണ്. 10 to 13 years is again a period of fixation ആയിട്ടാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഒരു പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ് 10 to 13 years. എനിക്ക് തോന്നുന്നു 90s 20s കാലഘട്ടത്തിലെ കുട്ടികൾക്കൊക്കെ ഇത് ഏകദേശം ഓക്കെയാണ്. 21st മുതലുള്ള കുട്ടികളിൽ ഈ ഒരു ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പീരീഡ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം അവർ പെട്ടെന്ന് അഡോളസന്റേജിലേക്ക് കടക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒരു 11 മുതൽ അഡോളസന്റേജിലേക്കാണ് ഇപ്പൊ കുട്ടികൾ പോകുന്നത്. ഹെവി ഫുഡ് ഹാബിറ്റും കാര്യങ്ങളും കൊണ്ടായിരിക്കാം അവര് ഏർലി മെൻസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 11
നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ആ ഒരു പീരീഡ് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. പീരീഡ് ഓഫ് ഫിക്സേഷൻ അങ്ങനെ തന്നെ പഠിക്കാം. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 11 ഇയേഴ്സ് അഡോളസെന്റ് ഏജിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഉണ്ട്, കുട്ടികളുണ്ട്. എന്നാലും ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ് ഏത് 10 to 13 ഇയേഴ്സ്. അത് നമ്മൾ പറയുന്ന പേര് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നാണ്. പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ് നമ്മൾ മിഡിൽ ചൈൽഡ്ഹുഡിൽ അക്യൂർ ചെയ്ത ആ ഗ്രോത്തും ഡെവലപ്മെന്റും നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടൈമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ഇനി നമ്മൾ ഇൻഫൻസി കണ്ട പോലെ ഉള്ളൊരു എന്താണ് ഒരു എക്സ്ട്രാ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും കാണുന്ന ഒരു ടൈമാണ് ഏർലി അഡോളസെൻസ്. എങ്ങനെ ഏർലി അഡോളസെന്റ് 13 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. മേ ബി 11 ഇയേഴ്സ് മുതൽ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് 11 ഇയേഴ്സ് മുതൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാം ഏർലി അഡോളസെൻസ് ആണ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. റാപ്പിഡ് ആയിരിക്കും ഗ്രോത്ത്. നമ്മള് കുഞ്ഞു കുട്ടിയായിട്ട് ഇങ്ങനെ കണ്ടൊരു കുട്ടീനെ അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡിൽ കണ്ടൊരു കുട്ടീനെ പിന്നെ നമ്മൾ ഒരു 13 ഇയേഴ്സിൽ കാണുകയാണെങ്കിൽ 13 ഇയേഴ്സ് കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഗ്രോത്ത് സംഭവിക്കുന്നത്. മേ ബി പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടാവും. മേ ബി എന്താ പറയാ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടാവും. ആൺകുട്ടികളാണെങ്കിൽ അപ്പൊ മേ ബി രോമങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ അവരുടെ സൗണ്ടിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫിസിക്കൽ റാപ്പിഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വീണ്ടും വരുന്നത് ഏത് ടൈമിലാണ്? ഏർലി അഡോളസെൻസിലാണ്. ഏർലി അഡോളസെൻസിൽ. ഇനി ഏർലി അഡോളസെൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് അഡോളസെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏർലി അഡോളസെൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് അഡോളസെൻസിനെയാണ് നമ്മൾ ഏർലി അഡോളസെൻസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഫിസിക്കൽ ഗ്രോത്ത് ഒരു ഏജ് കഴിയുമ്പോൾ മെച്യൂരിറ്റിയിൽ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ ഹൈറ്റ് ആണെങ്കിലും നമ്മളുടെ മിക്ക എന്താണ് ഗ്രോത്തും ഒരു ഏജ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആകും. ആ ഏജ് മേ ബി 19 ഇയേഴ്സ് ആണ്. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം 90 ഇയേഴ്സിൽ നമുക്ക് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈറ്റ് വെക്കാനുള്ള ചാൻസ് കുറവാണ്. ഫിസിക്കൽ ഗ്രോത്ത് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? സീസ് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ceased by when the maturity is attained. Physical growth is ceased by the maturity attain ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഗ്രോത്ത് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നമ്മൾ പറയുന്നത് ഡയമെൻഷൻസ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റും ഡയമെൻഷൻസ് നമുക്ക് പീരീഡുകളായി തന്നെ പറയാം. ഫസ്റ്റ് ഇൻഫൻസി ആണ് 0 to 2 ഇയേഴ്സ്. പിന്നെ വരുന്നത് പ്രീ ചൈൽഡ്ഹുഡ് ആണ് 3 to 6 ഇയേഴ്സ്. Then middle childhood ആണ് 7 to 9 years. Later childhood 10 to 30. And adolescent age, early adolescence എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ഇയേഴ്സ് ആണ് 14 to 17 ഇയേഴ്സ്. Then later adolescence എന്ന് പറയുന്നത് 18 to 70 to 90 ഇയേഴ്സ്. അപ്പോൾ ഈ ടൈമിൽ ഓരോ ഡെവലപ്മെന്റും പറയാം. ഇൻഫൻസിയിലാണെങ്കിൽ വെരി ഫിസിക്കൽ ഡെവലപ്മെന്റ് വെരി ഫാസ്റ്റ് ആണ്, ഷിഫ്റ്റ് ചെയ്യാണ്. പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. നമ്മൾ ഇൻഫൻസിൽ അക്യൂർ ചെയ്തിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേബിലൈസ് ചെയ്യുന്ന ടൈമാണ്. മിഡിൽ ചൈൽഡ്ഹുഡിൽ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ഇൻഫൻസിൽ അത്രയും ഗ്രോത്ത് ഡെവലപ്മെന്റും ഇല്ല, എന്നാലും ഗ്രോത്ത് ഡെവലപ്മെന്റ് ഉണ്ട്. ലേറ്റർ ചൈൽഡ്ഹുഡിലേക്ക് വരുമ്പോൾ പീരീഡ് ഓഫ് ഫിക്സേഷൻ, നമ്മൾ മിഡിൽ ചൈൽഡ്ഹുഡിൽ അക്യൂർ ചെയ്ത ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതിനെ ഫിക്സ് ചെയ്യുന്ന ടൈമാണ്. ദെൻ ഇതേപോലെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു പീരീഡ് ആണ് ഏർലി അഡോളസെൻസ് എന്ന് പറയുന്നത്. ഏർലി അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് അഡോളസെൻസിന്റെ ഫസ്റ്റ് 3 ഇയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് 2 3 ഇയേഴ്സിനെയാണ് നമ്മൾ ഏർലി അഡോളസെൻസ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ഗ്രോത്ത് ഒരു ടൈം കഴിയുമ്പോൾ മെച്യൂരിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? അവിടെ വെച്ച് സീസ് ആവാണ്, അവിടെ വെച്ച് ബ്രേക്ക് ആവാണ്. അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ മെച്യൂരിറ്റി എത്തി കഴിയുമ്പോൾ അത് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? സീസ് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും ഈ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെ, ഈ പോയിന്റ്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് റീഡ് ചെയ്തേ. എല്ലാവരും റീഡ് ചെയ്തേ.
എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ പോയിന്റ്സിന്. ആ പോയിന്റ്സിന് മാത്രമായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന് പേര് എക്സാമിന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മേ ബി ഒരു 4 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ഒരു പോയിന്റ്സിന് തന്നെ ചോദിക്കും. നന്നായിട്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം കേട്ടോ. Then physical growth is calculated by measuring weight and height. Sorry, height and weight at regular intervals. നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് ഹൈറ്റിന്റെയും വെയിറ്റ് നോക്കിയിട്ടാണ് അല്ലെ? ഓക്കെ. ഒരു ആവറേജ് ഹൈറ്റ് ആണ് പറയുന്നത്. 3 years ഓൾഡ് കുട്ടിക്ക് ഒരു ആവറേജ് ഹൈറ്റ് 96 centimeters വേണം. ആവറേജ് വെയിറ്റ് എത്ര വേണം? 13 kgs വേണം. ഓക്കെ. ആവറേജ് ഹൈറ്റ് എത്രയാണ്? 96 centimeter and average weight എത്ര വേണം? 36 centimeter. Okay. Okay. Then നമ്മള് അതിലെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹെൽത്തി പ്രീ സ്കൂൾ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് വെയിറ്റും ഹൈറ്റ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതില് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഹെഡിങ് ഒക്കെ വരുന്നത്? കാണാൻ പറ്റുന്നുണ്ടോ? ആദ്യം ഇയേഴ്സ് ഓഫ് ഏജ് ആണ് 3, 4, 5, 6 എടുക്കുന്നത് കേട്ടോ. എത്രയാണ് വയസ്സെന്നുള്ള ഇയേഴ്സ് ഓഫ് ഏജ്. ദെൻ വന്ന ബോക്സിൽ വരുന്നത് ബോയ്സിന് വേണ്ട 1 minute ഹൈറ്റും വെയിറ്റും നമ്മൾ കൊടുത്തിട്ടില്ല. അത് ഞാൻ കൊടുക്കാം കേട്ടോ. തോന്നുന്നു ടൈപ്പിങ്ങിന്റെ സമയത്ത് എങ്ങാനും അവർക്ക് മിസ്സായതായിരിക്കും ആ ഹൈറ്റും വെയിറ്റും. സ്റ്റാൻഡേർഡ് ഫുള്ള് വെയിറ്റ് ആണ്. ഈ 4 വെയിറ്റ് ആണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്ന് തിരുത്തി ഒന്ന് എടുക്കണോട്ടെ. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നല്ല ചെയ്യുന്നത്. നിങ്ങളതൊന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇയേഴ്സ് ഓഫ് ഏജ് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇയേഴ്സ് ഓഫ് ഏജിൽ 3, 4, 5, 6 തന്നിട്ടുണ്ട്. വെയിറ്റിൽ നമുക്ക് 14.78 ആണ് ബോയ്സിന് വേണ്ട വെയിറ്റ് 3 വയസ്സില്. ഗേൾസിന് വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ 13.79 ആണ്. ഗേൾസിന് 13.79. വെയിറ്റ് തന്നെ 4 years ആകുമ്പോഴേക്കും 16.12, ഗേൾസിന് 15.85 വരണം. 5 yearsന് 19.33, ഗേൾസിന് 18.67 വരണം. 6 years ആകുമ്പോഴേക്കും 22.4, 21.56 ഗേൾസിന്റെ ഹൈറ്റ് വെയിറ്റ് വേണം. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്കാണ് ഹൈറ്റ് കൂടുതൽ. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പെൺകുട്ടികളെക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൺകുട്ടികളുടെ ഹൈറ്റ് നേരത്തെ കൂടുതലായിരിക്കും. 98.36 ആണ് ബോയ്സിന് വേണ്ട ഹൈറ്റ്. 91.21 ആണ് ഗേൾസിന് വേണ്ടത്. 104.70 boys and 104.19 girls. 113.51 boys and 112.24 girls. 118.90 boys and 117.73 girls. ഒരുപാട് മെഷർമെന്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാറുണ്ട്. എന്നാലും ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ കുട്ടികളുടെ ക്യാരക്ടർ അനുസരിച്ച് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ അനുസരിച്ച് ഇപ്പൊ ഹൈറ്റ് ഉള്ള പാരന്റ്സിന്റെ കുട്ടികളാണെങ്കിൽ മേ ബി നല്ല ഹൈറ്റിലായിരിക്കും അവർക്ക്. ഹൈറ്റ് കുറവുള്ള പാരന്റ്സിന്റെ കുട്ടികളാണെങ്കിൽ ഹൈറ്റ് ചെറുപ്പത്തിൽ കുറവായിരിക്കും. അതേപോലെ വെയിറ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നല്ല വെയിറ്റ് ഒക്കെ ഉള്ള പാരന്റ്സ് ആണ്, നല്ല ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് നല്ല വെയിറ്റ് ഉള്ള ഫാമിലിയിലെ കുട്ടികൾക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. ചില കുട്ടികൾ വെയിറ്റ് കുറവായിരിക്കും. അത് വിചാരിച്ചവരെ അൺഹെൽത്തി ആണെന്നല്ല, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ട് നമ്മളൊന്ന് നോക്കണം. ഓക്കെ. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഹൈറ്റ് കുറവാണ്.
എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഹൈറ്റ് കുറവാണ്. അച്ഛനും അമ്മയ്ക്കും എനിക്കാന്ന് തോന്നുന്നു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ്. എനിക്കും പിന്നെ അനിയത്തിക്കും എല്ലാവർക്കും ഹൈറ്റ് കുറവാണ്. ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഫാമിലിയാണ്. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. കുട്ടികൾക്ക് ഇരിക്കുന്നത് ഹൈറ്റ് കൂടുതലുള്ള ഒരു ക്യാരക്ടറാണ്. അവർക്ക് ഹൈറ്റ് ഉണ്ട്. എന്റെ പാരമ്പര്യമില്ല, ഹസ്ബൻഡിന്റെ പാരമ്പര്യത്തിൽ പോയി നോക്കുന്നു, അവർക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മള് നോക്കുമ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കൂടി നോക്കണം. ഈ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും പറയുമ്പോൾ കുട്ടികൾ ഭയങ്കര ഹൈറ്റ് കുറവാണ് യൂസ് ചെയ്ത് പറയുമ്പോൾ അവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും ഈ വെയിറ്റിലും ഹൈറ്റും ഒക്കെ നമുക്ക് ആ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും വരാറുണ്ട്. നോക്കാം കേട്ടോ. The gain in height and weight different from child to child. കുട്ടികൾ അനുസരിച്ച് അത് ഡിഫറെന്റ് ആയിരിക്കും വെയിറ്റും ഹൈറ്റും. The size of the brain also increase steadily in preschool years. Preschool years നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് by the time a child in 6 years, ഒരു 6 വയസ്സൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് 6 വയസ്സാകുമ്പോഴേക്കും ആ ഒരു അഡോളസെന്റിന്റെ ഒരു എത്രയാണ് 90% ബ്രെയിൻ വെയിറ്റ് എന്തുണ്ടാവും ഈ കുട്ടികൾക്ക് ഉണ്ടാവും. നമുക്ക് പറയാറുണ്ട് ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് നടക്കുന്ന ടൈമാണ് ഏത് പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാല്. നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കുട്ടികൾ വരുന്നത് എപ്പോഴാണ്? പ്രീ സ്കൂൾ ഇയേഴ്സിലാണ്. നമ്മൾ വെച്ചാല് KG സെക്ഷനുള്ള കുട്ടികളിൽ പെട്ടെന്ന് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കും. അതുകൊണ്ടാണ് ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് പ്രീ സ്കൂളിൽ കുട്ടികൾക്ക് കൊണ്ട് ചെയ്യിക്കുന്നത്. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് 90% അഡൽട്ടിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് 90% സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ പ്രീ സ്കൂൾ ഇയേഴ്സിലാണ്. സോ നമ്മൾ ആ പീരീഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ടാണ് മരിയ മോണ്ടിസോറി ഇത് ഐഡന്റിഫൈ ചെയ്യുകയും കുട്ടികളിൽ ഈ ഒരു ടൈമിലാണ് കുട്ടികളിൽ മാറ്റം കൊണ്ടുവരുന്നത് മനസ്സിലാക്കി ഈ ഒരു മെത്തേഡ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടൈം ശ്രദ്ധിക്കുക, 6 ഇയേഴ്സില് ബ്രെയിൻ വെയിറ്റ് എന്ന് പറയുന്നത് 90% ഓഫ് അഡൽട്ടിന്റെ അത്രയും ഉണ്ടാവും. The muscles also thicker and stronger. അവരുടെ കുട്ടികളുടെ മസിൽസ് കുറച്ചും കൂടി thicker stronger ആയിരിക്കും. Then 4 years ഒക്കെ ആവുമ്പോഴേക്കും 4 വയസ്സാകുമ്പോഴേക്കും കുട്ടികള് അക്യൂറിംഗ് ടോയ്ലറ്റ് ഹാബിറ്റ്സ് ആൻഡ് കൺട്രോൾ അറ്റ് നൈറ്റ്. നമ്മൾ 4 വയസ്സാകുമ്പോഴും നമ്മൾ കുട്ടികള് ടോയ്ലറ്റ് ഹാബിറ്റ്സ് അക്യൂർ ചെയ്യും. എന്ന് വെച്ചാൽ അവര് നൈറ്റില് കൺട്രോൾ ചെയ്യാനൊക്കെ അവർ പഠിക്കും. രാത്രി കാലങ്ങളിൽ അവർക്ക് ടോയ്ലറ്റിൽ പോകണം, അത് കൺട്രോൾ ചെയ്യാനൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കും 4 വയസ്സാകുമ്പോഴേക്കും കേട്ടോ. ഓക്കെ, ദെൻ നമ്മള് കുട്ടികൾ ഞാൻ പറഞ്ഞു ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ടൈമാണ് പ്രീ സ്കൂൾ ഇയേഴ്സ്. നമുക്ക് പാരന്റ്സിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്? പാരന്റ്സ് ക്യാൻ യൂസ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലേയിങ് വിത്ത് ബ്ലോക്സ്, puzzles, sorting buttons or beads, cutting along a straight line using blunt scissors, paper tearing, coloring, paper folding to enhance the fine motor coordination of young children. അപ്പോ കുട്ടികൾ നമുക്ക് ബ്ലോക്സ് ഒക്കെ വെച്ച് കളിക്കാറുണ്ടോ? ചെയ്യാറുണ്ടോ? കുഞ്ഞു കുട്ടികളുള്ള ആരെങ്കിലും ഉണ്ട്? കുട്ടികൾ ബ്ലോക്സ് ഒക്കെ വെച്ച് കളിക്കാറില്ല. അവർക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പസിൽസ്, ബട്ടൺ സോർട്ട് ചെയ്യുന്നത്, ബീഡ്സുകൾ, നമ്മള് ബീഡ്സ് കൊടുത്തിട്ട് കുറച്ച് അത്യാവശ്യം വലിയത് കൊടുക്കണം. കെയർഫുൾ ആയിരുന്നു സൂപ്പർ നല്ല സൂപ്പർവൈസ് ചെയ്യണം അവരെ. കാരണം കുഞ്ഞു കുട്ടികളാണ്, ബേബി ബീഡ്സ് ആണ്, ബേബി അവരുടെ വായിലിടാനുള്ള ചാൻസ്. നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ കൂടെ നിന്ന് വേണം നമ്മൾ ഈ ബീഡ്സ് ഒക്കെ കളിപ്പിക്കാനായിട്ട്. അപ്പൊ ബീഡ്സ് ഒക്കെ കൊടുത്ത് കളിപ്പിക്കുമ്പോ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും. അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ പഠിപ്പിക്കുക, പേപ്പർ ടിയർ ചെയ്യാൻ മടക്കാനായിട്ട് പഠിപ്പിക്കുക. കളറിംഗ് ഇല്ലേ, നമ്മൾ ക്രയോൺസ് ഒക്കെ കളർ ചെയ്യിക്കുക, പിക്ചേഴ്സ് ഒക്കെ കളർ ചെയ്യിക്കുന്നത്, പേപ്പർ ഫോൾഡ് ചെയ്യുന്നതൊക്കെ അവർ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞത്. യങ് ചിൽഡ്രൻസ് പ്രാക്ടീസ് fine motor control through the activities like cutting, threading beads, sorting. ഇതിലെ വഴി നമുക്ക് fine motor skills അവർക്ക് help ചെയ്യും. Parents need to provide children with a toy which further enhance their fine motor coordination. നമുക്ക് ടോയ്സ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ 3 to 4 ഇയേഴ്സിലുള്ള കുട്ടികളുടെ അമ്മമാരുണ്ടോ? ഉണ്ട്. Then നമുക്ക് കുട്ടികളെ ആൽഫബറ്റ്സ് ബോർഡ് പഠിപ്പിക്കണമെന്നുണ്ട് വിചാരിക്കാം. ആൽഫബറ്റ്സ് പഠിപ്പിക്കണമെന്നുണ്ട്. ആൽഫബറ്റ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ അപ്പൊ നമ്മള് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്ത് അവർ ഡയറക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ അവർ ടച്ച് ചെയ്ത് മനസ്സിലാക്കിക്കോട്ടെ. അത് കൂടാതെ നമുക്ക് ഈ ആൽഫബറ്റ്സിന്റെ ബോർഡ് കണ്ടോ, ഞാൻ കാണിച്ചിരിക്കുന്ന ആൽഫബറ്റ്സിന്റെ ബോർഡ്
ശരിക്കും പറഞ്ഞാൽ ആൽഫബറ്റ്സിന്റെ ബോർഡാണ്. നമുക്കൊരു പെൻ കിട്ടും, ഒരു ചെറിയ പെൻ കിട്ടും. ആ പെൻ യൂസ് ചെയ്ത് നമുക്ക് ഈ ആൽഫബറ്റ്സിലൂടെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ റൈറ്റിംഗ്. നമ്മുടെ മോഡിസോണിൽ ഉള്ള ഒരു മെറ്റീരിയലാണ് ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ഈ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് പോലെ തന്നെ നമുക്ക് ഈ ആൽഫബറ്റ്സ് ബോർഡ്സും എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ യൂസ് ചെയ്ത് ആൽഫബറ്റ്സ് അവർക്ക് സ്വയമേ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു വുഡാണ് പീസ്, അതിലിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അത്രയും ഭാഗം ഏനുള്ള ഷേപ്സ് അവർ കട്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ്. നമുക്ക് അതിൽ പെൻ വെച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്ത് ടച്ച് ചെയ്ത് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഒരു ചെറിയൊരു പെൻസിലെ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് വുഡനാണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനൊക്കെ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു നമുക്ക് ആൽഫബറ്റ്സ് ബോർഡ് കൊടുത്ത് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാം. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് കൊടുക്കാം. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ടച്ച് ചെയ്ത് അവർ സെൻസ് ചെയ്യാണ്. ഈ സെൻസ് ചെയ്തവർ മനസ്സിലാക്കാണ് ഏത് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അവർ സെൻസ് ചെയ്ത് മനസ്സിലാക്കി അവരത് എന്ത് ചെയ്യാൻ തുടങ്ങും, റൈറ്റ് ചെയ്ത് തുടങ്ങും സ്വയമേ. ഇപ്പൊ നമ്മൾ ആൽഫബറ്റ്സ് ബോർഡൊക്കെ വെച്ച് കൊടുക്കുക ആണെങ്കിൽ, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൈപിടിച്ച് എഴുതിപ്പിക്കേണ്ടതായിട്ട് വരിക. അവർ ഓട്ടോമാറ്റിക്കലി കൈപിടിക്കാണ്ട് തന്നെ അവരെന്ത് ചെയ്തോളൂ, എഴുതിക്കോളൂ കേട്ടോ. പിന്നെ മണലില് എഴുതിച്ച വേഗം എഴുതാൻ പറ്റും പിള്ളേർക്ക്. അപ്പൊ നല്ല മണൽ കിട്ടാറില്ലേ, ഞാൻ പറയാതെയാണ് നമ്മള്. എന്റെ അമ്മ കൊച്ചിന് മണലിൽ എഴുതിച്ചിട്ട് ശരിക്കും ആൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയായിരുന്നു. ഓക്കെ, ബീച്ചിൽ പോകൂലേ, ബീച്ചിൽ പോകുമ്പോ അത്യാവശ്യം മണല് കൊണ്ടുവരാണെങ്കിൽ അതൊരു ബോക്സിലാക്കാം. ബോക്സിലാക്കിയിട്ട് നല്ല മണലല്ലേ, ബീച്ചിലെ മണല്, അത് ഇതിനെ കൊടുത്തിട്ട് അതിൽ എഴുതിക്കാം. ഞാനെന്താ ബീച്ചിലാന്ന് പറയാൻ കാരണം വെച്ചാല് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മണൽ എന്ന് പറഞ്ഞാല് കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാവരും ഈ ഫ്ലോറൊക്കെ വെച്ചാൽ മിറ്റം പോലും ബ്ലോക്സ് വെച്ച് തിരിച്ചിരിക്കാം. എന്ന് വെച്ചാല് ബ്ലോക്ക് വിരിച്ചിരിക്കുകയാണ്, കട്ട വിരിക്കൂലേ. മണലില് പണ്ട് നമ്മളൊക്കെ എന്തോരം മണലിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെ അക്ഷരങ്ങളൊക്കെ. പക്ഷെ ഇന്ന് നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ നമുക്കൊന്ന് പേടിയാണ്, മണ്ണിൽ എഴുതുന്നവർ വായിൽ വരിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബീച്ചിലൊക്കെ പോകുമ്പോൾ നല്ല മണൽ കിട്ടാണെങ്കിൽ അത് കുട്ടികളെ ഒരു ട്രെയിൽ വെച്ചിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാം, ആൽഫബറ്റ്സ് എഴുതിപ്പിക്കാം. ഓക്കെ, നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ അല്ലേ, നല്ല ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. 1 മിനിറ്റ് കേട്ടോ. ആരൊക്കെയാണ് ന്യൂമറിക്കൽസ്, സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ചെയ്തിട്ടുള്ളത്? പേരയക്കുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് ഓർഡറിൽ വിളിക്കാം. സുബ, സുബ. ഓക്കെ, ഞാൻ പിൻ ചെയ്യാണേ. ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു കേട്ടോ. എനിക്ക് കഴിഞ്ഞ തവണ ആൽഫബറ്റ് ഞാൻ കട്ട് ചെയ്ത് കാർഡ് ആക്കിയില്ലായിരുന്നു, അപ്പൊ അതും കൂടെ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ, ചെയ്തിട്ടുണ്ട്. ആ ഉണ്ട്. ക്യാമറ ഓൺ ചെയ്തോളാം. ഓക്കെ ഓക്കെ, കാണാമോ? കാണാൻ പറ്റുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ പിൻ മാറ്റട്ടെ കേട്ടോ. എനിക്കൊന്ന് കാണിച്ചിരിക്കും. എടാ ഓക്കെ ഓക്കെ ഓക്കേടാ ഓക്കെ. ഒരു മിനിറ്റ്, അവിടെ കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിലായിട്ട് റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ കാണാം, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്മോളും ക്യാപിറ്റലും പിന്നെ ലെറ്റ്. ശരി, താങ്ക് യു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആരായിരുന്നു പറഞ്ഞത്? ശാലിനി. മാം, ബാക്ക് ക്യാമറ എന്ന് പറയുമ്പോ ആ റെഡ് കളർ സിമ്പിൾ ആണോ? റെഡ് കളർ ആണോ? ഞാൻ ക്യാമറ ഇല്ലടാ, മുകളിലൊരു ആരോ മാർക്ക് ഉണ്ട്, ഒരു റൊട്ടേഷൻ പോലെ ഒരു ആരോ. ക്യാമറ ഓൺ ചെയ്യുമ്പോഴാണ് വരുന്നതെന്ന് തോന്നണം. റൊട്ടേഷൻ മുകളിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ആരോ, 2 ആരോ അതുപോലെ ടോപ്പില് നോക്കി. വന്നു. ഓക്കേടാ, നന്നായിട്ടുണ്ട്. റെഡ് തന്നെയാണല്ലേ? ഓക്കേടാ. നെക്സ്റ്റ് ആരായിരുന്നു? മിന്നു കേട്ടോ. ഒരു മിനിറ്റ് മിന്നു, ഞാൻ പിൻ ചെയ്തിട്ടില്ല കേട്ടോ.
നന്നായിട്ട് വലുതാക്കി തന്നെ ചെയ്തിട്ടുണ്ട് അല്ലെ, നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം കുട്ടികൾക്ക് നമുക്ക് ഫിംഗർ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കണമെങ്കിൽ കുറച്ച് വലുതായിട്ട് ചെയ്യണം. നന്നായിട്ടുണ്ടേ. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മെനു കഴിഞ്ഞിട്ട് സുഹിത. ഓക്കെ. ഓക്കെ, 1 മിനിറ്റ് അതിന് ചെയ്യട്ടെ. ഓക്കെ, ഇത് മറ്റേ ഗ്ലിറ്റർ പേപ്പർ ആണല്ലേ? ആ ടച്ച് ചെയ്താ പോരോ കയ്യിലേക്ക് ഗ്ലിറ്റർ? തരില്ല അല്ലേ? ഓക്കെ എടാ. സുധിത നന്നായിട്ടുണ്ട് കേട്ടോ. അൽക്ക. അളക എന്ന പേര്. എന്താണ്? അളക. അളക, അളക. ബാക്ക് ക്യാം ആക്കാൻ പറ്റൂല, അല്ലാതെ ഇങ്ങനെ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്, സന്ധ്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലെന്താ ബാക്കിൽ കൊടുത്തത്? ഇത് ഞാൻ കാർഡ്ബോർഡിന്റെ മേലെ ചാർട്ട് ഒട്ടിച്ചതാണ്. അപ്പൊ കുറച്ച് ഹാർഡായിട്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ കറക്റ്റ് ആയിട്ട് എങ്ങനെ ഷേപ്പിൽ കിട്ടി ഈ ഫോറ്? ഞാന് ഈ പ്രിന്റ് എടുത്തിട്ട് അത് ഇതിന്റെ മേലെ വെച്ച് കട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് രശ്മി. രശ്മി മുകളിലായിട്ട് ക്യാമറ റൊട്ടേഷൻ കിടക്കുന്നുണ്ട് തോന്നുന്നു. മുകളില് നോക്കട്ടോ. രശ്മി മുകളിലായിട്ട് ടോപ്പിലായിട്ട്, അല്ലെങ്കിൽ ക്യാമറ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കണം. രശ്മി ഓക്കെ. മോളില് മ്യൂട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. മ്യൂട്ടിന്റെ അടുത്തോ? ഇല്ലേ, കാണില്ല. കണ്ടു. കാണാടാ. മോനെ കറക്റ്റ് ആയിരുന്നല്ലോ ഷേപ്സ്. ഇതെങ്ങനെയാ? പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്തത്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. രശ്മി കഴിഞ്ഞിട്ട് റാണി കേട്ടോ. മിസ്സേ, എനിക്ക് കഴിഞ്ഞ ദിവസം കാണിക്കാൻ പറ്റിണ്ടായിരുന്നില്ലേ? കാരണം ക്യാമറ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണിക്കാം. കാണിക്കാമേ. മുകളിലായിട്ട് ഓക്കെ. ഇത് യെല്ലോ സാൻഡ് പേപ്പർ. മിസ്സേ, അതെ, സാൻഡ് പേപ്പറിന്റെ മേലെ പെയിന്റ് ചെയ്ത മിസ്സേ. അത് ഗോൾഡൻ പെയിന്റ്, യെല്ലോ കളർ പെയിന്റ് ചെയ്താ. അത് തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും അറിയാം. കാരണേ ഞാൻ ഈ ചോക്ക് വെച്ച് കട്ട് ചെയ്തേ, അപ്പൊ അതുമ്മേ വരച്ചിട്ടേ, അപ്പൊ ഈ ചോക്കിന്റെ കളർ അതുമ്മേ വെള്ള കളർ ആയിപ്പോഴേ അത് അറിയാതിരിക്കാൻ വേണ്ടിട്ട് പെയിന്റ് ചെയ്തതാ. സ്മോൾ ലെറ്റേഴ്സ്. നമ്പർ കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ട് മിസ്സേ നമ്പർ നന്നായിട്ടുണ്ട്. താങ്ക് യു മിസ്. അനില. യെസ് മാം. ഒരു മിനിറ്റ് മിസ്സേ. കാണുന്നുണ്ടോ മിസ്സേ? ബുക്കിലാണ് ചെയ്തത്. ബുക്കിലാണ് ചെയ്യുന്നത്. ഞാൻ അസൈൻമെന്റ് എല്ലാം ബുക്കിലാ ചെയ്യുന്നത്. എടാ, ഇത് ആക്ടിവിറ്റി ആടാ, അസൈൻമെന്റ് അല്ല.
അസൈൻമെന്റ്സ് എല്ലാവരും ബുക്കിൽ ചെയ്താൽ മതി. പക്ഷെ ഒരു ആക്ടിവിറ്റി ആണ്. ഇത് ഓരോന്ന് മെറ്റീരിയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണല്ലേ. അത് നമുക്ക് മെറ്റീരിയൽ ആയിട്ട് തന്നെ വേണം. ഓക്കെ, ആൽഫബറ്റ്സ് ഒക്കെ എങ്ങനെ ചെയ്തേ? നെക്സ്റ്റ് എന്തായാലും ചെയ്തോളാം മാം. ആൽഫബറ്റ്സ് ഒക്കെ എങ്ങനെ ചെയ്തേ? ആൽഫബറ്റ് ഞാൻ വേറെ എന്താണ് ഒരു ചെറിയൊരു ബോണ്ട് പേപ്പറിലാണ് ചെയ്തത്. ബോണ്ട് പേപ്പറില് അതും മാറ്റേണ്ടി വരും കേട്ടോ. കാരണം നമുക്ക് ബുക്കിൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്കത് ക്യാരി ചെയ്ത് നമ്മൾ പോകാനും ട്രെയിനിങ്ങിന്റെ ഒക്കെ സമയത്ത് കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കുകയും വേണം. ഇതൊന്നും നിങ്ങൾ ചെയ്തതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഓൻ ചെയ്യുമ്പോ അളവ് ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അത് എനിക്ക് അതാണ് ഒരു പെർഫെക്ഷനോട് കൂടി ചെയ്യുമ്പോൾ നമുക്കത് ക്യാരി ചെയ്തോണ്ട് പോകാനും ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നോക്ക് റെഫർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തോ. നെക്സ്റ്റ് എന്തായാലും ഒന്ന് ചെയ്തോളാം. ടെസ്റ്റ് എന്ന് പറയുമ്പോ ഇതെനിക്ക് എക്സാമിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആക്കിയാലും മതി. ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രമേ എക്സ്ക്യൂസ് ഉള്ളൂ. എക്സാമിന് മുമ്പായിട്ട് പെർഫെക്റ്റ് ആക്കണം കേട്ടോ. താങ്ക് യു മാം. അപർണ. കാണുന്നില്ല. ന്റെ തൊട്ട് ഇപ്പുറത്തായിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഓക്കേടാ. ഈ കാർഡ്സിനെ മേ ബി അത് ചാർട്ട് ചെയ്തോണ്ടാണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് എന്താ പറയാ വേസ്റ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടോ? എന്താ മിസ്സേ? എടവേ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ ഒരു ചാർട്ട് അതിന് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. മിസ്സേ ഇത് കുറച്ചിപ്പോ കട്ടി കുറവാണ്. കട്ടി കുറഞ്ഞ പോലെ പെട്ടെന്ന് പറന്നു പോകുന്ന പോലെ തോന്നുന്നു. മിസ്സേ ഒട്ടിക്കാം. ഓക്കെ അന്ന കേട്ടോ. മിസ്സേ ഓക്കേടാ, നന്നായിട്ടുണ്ട്. ഇതും ആ ചാർട്ട് ബാക്കിലൊന്ന് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. രമ്യ ഓക്കെ. രാജേശ്വരി അല്ല രാജലക്ഷ്മി ഞാൻ ഓക്കെയാണ്. ഓക്കെ ചെയ്തോട്ടോ. അല്ല ചെയ്തോട്ടോ. മുകളിലായിട്ട് മ്യൂട്ടിന്റെ തൊട്ടത്തായിട്ട് ഒരു ഗണ്ട റൊട്ടേഷൻ പോലെ. കാണല്ലോ മിസ്സേ. എടാ നോക്കിയാ ഫോൺ ഓക്കെ അല്ലേ? മിസ്സേ എന്റെ ജി കഴിഞ്ഞ പ്രാവശ്യം തെറ്റിപ്പോയി. അപ്പൊ ഞാൻ അതും കൂടെ ചെയ്തു. വലുതായി പോയി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ സെറ്റായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും പ്രസന്റ് ചെയ്തല്ലോ. ആരും മിസ്സിംഗ് ഒന്നുമില്ലല്ലോ. മിസ്സേ ഒരു മിനിറ്റ്, ഞാനേ കുറച്ച് തിരക്കിലായി പോയി. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ മിസ്സേ. ഹലോ മിസ്, ഞാനുണ്ട് ഹസീന. ഒരു മിനിറ്റ് ഞാൻ കാണിക്കട്ടെ. ഓക്കേടാ ഹസീന കേട്ടോ. മിസ്സേ ഞാൻ വെച്ചോട്ടെ മിസ്സേ, കുറച്ച് തിരക്കിലാണ്. ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞു. ഓക്കെ. ഹസീനക്ക് ക്ലിയർ ആവുന്നില്ല. സാൻഡ് പേപ്പറിൽ തന്നെയാണ് ചെയ്തിരിക്കണേ. ഹസീന മോൻ സാൻഡ് പേപ്പർ തന്നെയാണോ അത്? ഹസീന കേൾക്കുന്നുണ്ടാടാ?
എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ സാൻഡ് പേപ്പർ ആണെന്ന് തോന്നുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്ന റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസും ചെയ്തു അല്ലെ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഹസീന, സാൻഡ് പേപ്പർ തന്നെയാണ്. അതെ അതെ. ഓക്കെ, ഇത് ബീച്ച് ആണോ? ഇത് ക്ലിയർ ആവണില്ലേ മിസ്സേ? ഇത് ക്ലിയർ ആവണില്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. പക്ഷെ സാൻഡ് പേപ്പർ ആണെന്ന് തോന്നുന്നില്ല അല്ലേ? ഗിൽറ്റുള്ള പേപ്പർ അതല്ലേ? എടല്ലേ? ഓക്കെ ഓക്കെ, കട്ട് ചെയ്തിട്ടില്ലേ? കട്ട് ചെയ്തിട്ടുണ്ടോ അത്? കട്ട് ചെയ്തിട്ട് ഇതില് ചട്ടമ്പില് ഒട്ടിച്ചതാണ്. ഒട്ടിച്ചിരിക്കണം മൊത്തമായിട്ട് ഒരുമിച്ചല്ലേ ഒട്ടിച്ചിരിക്കണേ? സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിക്കണോ? സെപ്പറേറ്റ് സ്മാൾ അല്ല, ക്യാപിറ്റൽ ലെറ്റർ എ മാത്രമായിട്ട് ഒരു കാർഡിൽ ഒട്ടിക്കണം. അങ്ങനെ കാർഡിൽ ഒട്ടിക്കാൻ പറ്റുമോ? ചെയ്യണോട്ടെ അങ്ങനെ കാർഡിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണേ. ചെയ്യണോട്ടാ. ഓക്കെ, നമ്മളപ്പോ ആൽഫബറ്റ്സ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി ആണ് ആൽഫബറ്റ് ചാർട്ട് കേട്ടോ. എന്താണ് ആക്ടിവിറ്റിയുടെ പേര്? ആൽഫബറ്റ് ചാർട്ട്. നമുക്കറിയാലോ, നമുക്ക് ട്രെയിൻ ചെയ്യേണ്ട കുട്ടികൾ എന്ന് പറയുന്നത് ഒരു 3 to 6 years ഉള്ള കുട്ടികളാണ്. സോ അവർക്ക് ആൽഫബറ്റ് ചാർട്ട് നമ്മൾ പരിചയപ്പെടുത്താറില്ല. അവർക്ക് ആൽഫബറ്റ്സിനെ കുറിച്ചിട്ട് ഇപ്പൊ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആൽഫബറ്റ് ചാർട്ട് അവരെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ കാണുന്നുണ്ടോ ആൽഫബറ്റ് ചാർട്ട്? കാണാൻ പറ്റുന്നുണ്ടോ? എന്ന് പറയുമ്പോ ആൽഫബറ്റ് എ, ആൽഫബറ്റ് സ്മോൾ ലെറ്റർ എ വേണം. ദെൻ എ ഫോർ ആപ്പിൾ എന്നാണെങ്കിൽ ആപ്പിളിന്റെ ഒരു ഇമേജ് ഞാനൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കുക കേട്ടോ. പിന്നില്ലേ, നമുക്ക് ഈ ആൽഫബറ്റ് ചാർട്ട് പേപ്പറിൽ ഇവിടെ കിട്ടും. എവിടെ? ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും. പക്ഷെ അതങ്ങനെ പാടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യരുതാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആൽഫബറ്റ്സ് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കണം? എഴുതിക്കും. ഇനി പാവ കുട്ടികളാണ്, വരയ്ക്കാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ ഒരു പിക്ചർ പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. വരയ്ക്കാനൊക്കെ പറ്റും, കുറച്ചെങ്കിലൊക്കെ വരയ്ക്കാൻ പറ്റും മിസ് എന്നാണെങ്കിൽ എന്ത് ചെയ്യാം? ആ പിക്ചർ നിങ്ങൾ സ്വയമേ വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചറോ ആപ്പിളിന്റെ പിക്ചറോ ഒക്കെ നമുക്ക് തന്നെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല ഭംഗിയിൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ആൽഫബറ്റ് ചാർട്ട്? മിസ്സേ, ചാർട്ട് വേണ്ടിട്ട് ഒട്ടിക്കാൻ പറ്റൂലേ? ഇതിന്റെ പിക്ചേഴ്സ് മനസ്സിലായില്ല? പിക്ചേഴ്സ് പേടിച്ചൊട്ടിക്കാൻ പറ്റും, പക്ഷെ എഴുതണമെന്നില്ലേടാ. ചില പിക്ചേഴ്സിലെ ആ എഴുതണേയും കൂടി ചില കുട്ടികൾ കട്ട് ചെയ്ത് വേസ്റ്റ് ചെയ്യും. അതല്ല എഴുതുന്നത് സ്വന്തമായിട്ട് എഴുതാം. നിങ്ങളുടെ ഡിസൈനില് സ്വന്തമായിട്ട് എഴുതാം. പിക്ചർ മാത്രം പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, വരയ്ക്കാൻ അറിയില്ല. പിക്ചറിന്റെ നൈം എഴുതണ്ടേ? ഇപ്പം ആപ്പിൾ എന്ന് താഴെ എഴുതണോ? അങ്ങനെ അക്ഷരത്തിലേക്കോ അക്ഷരവും ഇമേജും അത്യാവശ്യം ഒരേപോലത്തെ ഓരോ സൈസിൽ തന്നെ നിൽക്കാൻ നോക്കണം കേട്ടോ. ഇങ്ങനെ അക്ഷരവും ഇമേജും ഏകദേശം ഓരോ സൈസില്. ഫോർ ആപ്പിൾ എന്നുള്ള പേര് അക്ഷരമല്ല, എയും സ്മോൾ ലെറ്റർ എയും സെയിം സൈസ് നിർത്താൻ നോക്കണം. ആപ്പിൾ എന്നുള്ളത് ചെറുതാക്കി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ ആൽഫബറ്റ് ചാർട്ട്? ഓക്കെ, ആൽഫബറ്റ് ചാർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ് 30th. ജൂൺ 30th ആൽഫബറ്റ് ചാർട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? നമ്മള് സാധാരണ ചാർട്ട് മേടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് അതില് എയും ക്യാപിറ്റലും സ്മോളും എഴുതിയിട്ട് അതില് പിക്ചർ വരയ്ക്കണം, അതല്ലേ? ഓക്കെ മിസ്. പിക്ചേഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികളുടെ പഴയ ബുക്കിൽ വന്ന് കളക്ട് ചെയ്യാം കേട്ടോ. മിസ്സേ, സ്പെല്ലിംഗ് വരയ്ക്കണോ? സ്പെല്ലിംഗ് നമ്മൾ എഴുതിയാൽ മതി. നമ്മൾ ചെറുതായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അതല്ലേ നല്ലത്?
ഓക്കെ ഓക്കെ. ചെറുതായിട്ട് സ്മോൾ ആയിട്ട് എഴുതിയാൽ മതി. എല്ലാവരും കുഞ്ഞു കുട്ടികൾ പെട്ടെന്ന് സ്പെല്ലിംഗ് പഠിക്കാറില്ല. നമുക്ക് അവരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന മെയിൻ ഉദ്ദേശം. എന്നാലും സ്പെല്ലിംഗ് എഴുതിക്കും. ഓക്കെ, അപ്പൊ 30th ആൽഫബറ്റ്സ് ചാർട്ട് സബ്മിറ്റ് ചെയ്യും അല്ലെ? ഓക്കെ. ഒരു ആക്ടിവിറ്റി കൂടി തരാണ് നെക്സ്റ്റ് വീക്കിലേക്ക്. എന്നുവെച്ചാൽ 30th കഴിഞ്ഞിട്ടുള്ള വീക്കിലേക്കുള്ള ഒരു ആക്ടിവിറ്റി കൂടി തരാണ്. മിസ്സേ ഒരു മിനിറ്റ്, ഞാൻ അന്ന് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ ക്ലാസ്സിന്, അപ്പൊ എന്ത് ചെയ്യണം? അത് നെക്സ്റ്റ് വീക്ക് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു മിസ്. നോക്കി, ഇനി കാണുന്നത് നിങ്ങൾ 1 to 10 നമ്പർ ചാർട്ട് ആണ്. കാണുന്നുണ്ടോ? നമ്പർ ചാർട്ടിന് മാത്രം ഹെഡിങ് കൊടുത്താൽ മതി, 1 to 10 വേണ്ട. അപ്പൊ 1 അക്ഷരം എഴുതാം, ഓ എങ്കിൽ 1 എഴുതാം, ഒരു ആപ്പിൾ ആണെങ്കിൽ ഒരു ആപ്പിൾ. ദെൻ 2 എഴുതാം, TWO എഴുതാം, 2 ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുന്നത് 3 എഴുതാം, THRE എഴുതാം, 3 ആപ്പിൾ. ഓക്കെ, അങ്ങനെ ഇഷ്ടമുള്ള ഇമേജസ് വേണമെങ്കിൽ ബട്ടർഫ്ലൈസോ, ഇപ്പൊ ഇതിൽ ഫ്രൂട്ട്സ് ആണ് ഫുള്ളും പറഞ്ഞിരിക്കുന്നത്, ഫ്രൂട്ട്സോ ബട്ടർഫ്ലൈസോ അങ്ങനെ ഇഷ്ടമുള്ള കുട്ടികളെ ഐസ്ക്രീമോ ചോക്ലേറ്റോ ഏത് ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആ ഒരു ഇതിൽ കൊടുക്കാം. ഓക്കെ, നമ്പർ ചാർട്ട് ക്ലിയർ ആണ്? വരയ്ക്കാനാണോ ഇതും? ഫ്രൂട്ട്സ് വരയ്ക്കാനാണോ? ഫ്രൂട്ട്സ് അതോ ഒട്ടിയിട്ടിട്ടാണോ? ഫ്രൂട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ. ഒട്ടിക്കുകയാണെങ്കിൽ വരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി വരയ്ക്കാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് പേസ്റ്റ് ചെയ്താലും മതി. പിന്നില്ല മിസ്സേ, ഞാൻ രണ്ടും കൂടെ ഒരൊറ്റ ദിവസം കാണിക്കാം കേട്ടാ. പക്ഷെ ഞാൻ വർക്കിന് വരുവാണ്, അപ്പൊ 2 ദിവസമായിട്ട് കൊണ്ടുവരണ്ടല്ലോ വെച്ചിട്ടാണ്. ഒരു ചാൻസ് ആണ്. ഫസ്റ്റ് 2 കാണിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. രണ്ടും എളുപ്പമാണ്. പിന്നെ ഞാൻ 2 ദിവസത്തേക്ക് തന്നൂന്നുള്ളൂ, ഹെവി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്പർ ചാർട്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? മാം ഇതൊന്ന് സബ്മിറ്റ് ചെയ്യേണ്ടത് 7th ജൂൺ 7th, ജൂലൈ 7th, സോറി ജൂലൈ 7th കേട്ടോ. ബൈ മിസ്റ്റേക്ക് ആണ്. ജൂലൈ 7th ഏത് നമ്പർ ചാർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ആൽഫബറ്റ് ചാർട്ട് ജൂൺ 30th ആൻഡ് നമ്പർ ചാർട്ട് ജൂലൈ 7th. ഇന്നത്തെ ആക്ടിവിറ്റീസ് ആണോ മാം 2 പറഞ്ഞേ? ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളേ, അതുകൊണ്ട് ചോദിച്ചാ. അതിപ്പോ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ആക്ടിവിറ്റീസ് പറഞ്ഞത് നമ്പർ ചാർട്ടും അതേപോലെ തന്നെ ആൽഫബറ്റ് ചാർട്ടും. ഓക്കെ, ആൽഫബറ്റ്സ് ചെയ്തായിരുന്നു, ഇതും കൂടെ ഉള്ളോ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണോ ചെയ്തത്? അതെ അതെ. അത് കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ചെയ്തോ? ചെയ്തു, അതും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഫബറ്റ് ചാർട്ടും നമ്മുടെ എന്താണ് നമ്പർ ചാർട്ടും പ്രിപ്പയർ ചെയ്തോ കേട്ടോ നെക്സ്റ്റ് വീക്കിലേക്ക്. ആൽഫബറ്റ് ചാർട്ട്, ആൽഫബറ്റ്സ് അല്ലേ ആദ്യം ചെയ്ത്? ഏതാ? ആൽഫബറ്റ്സ് കാർഡ്സ് അല്ലേ നമ്മൾ ചെയ്തത്? സാൻഡ് പേപ്പർ കാർഡ്. ഓക്കെ, മനസ്സിലായി. ചാർട്ട് പോലെ ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് തന്നെയാണോ? ഇതുപോലെ ഇതുപോലെ തന്നെയാണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ടൈമും ഇതൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ റെക്കോർഡ് ഡീറ്റെയിൽസ് തന്നു തുടങ്ങിയോ? ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ആക്ടിവിറ്റീസ് മാക്സിമം കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? Thank you so much, ma'am. Today we started a new chapter, physical and motor development, and also discussed about physical motor development and also understood height, weight of children of their age based. Then the work given by the teacher today was sandpaper activity numerical. It was completed and presented in the class. Today ma'am gave 2 activities. These are alphabet chart and number chart. It was really great time with you.
Thank you, teacher, for all the extra efforts you make to help us to grow and the challenges you encourage us to face to help us become who we are. We will always be grateful to you for your support and kindness. Thank you. Thank you, everyone. Thank you all. Thank you, ma'am.